സേവാഭാരതിക്ക് കോഴിക്കോട് കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ അനുമതി. ഇന്നലെ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വന്ന സേവാഭാരതി പ്രവർത്തകരെ ആശുപത്രി അധികൃതർ തടഞ്ഞിരുന്നു. തുടർന്ന് ADMുമായി നടത്തിയ ചർച്ചയിലാണ് അനുമതി ലഭിച്ചത്. കഴിഞ്ഞ 18 വർഷമായി കോഴിക്കോട് കോട്ടപ്പറമ്പ് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ സൗജന്യമായി കഞ്ഞി വിതരണം നടക്കുന്നുണ്ട്. വിശപ്പില്ല കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സൗജന്യ കഞ്ഞി വിതരണം നടത്തിയത്. 2006-ൽ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ അനുമതി തേടി സേവാഭാരതി ആശുപത്രി സൂപ്രണ്ടിന് കത്തയച്ചു. തുടർന്ന് അന്നത്തെ ഊർജ്ജമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടത്തിയ യോഗത്തിന് ശേഷമായിരുന്നു ഭക്ഷണ വിതരണത്തിന് അനുമതി ലഭിച്ചത്. മാത്രമല്ല, ആശുപത്രിക്കകത്ത് ഭക്ഷണം പാചകം ചെയ്യാനും വിതരണം ചെയ്യാനുമുള്ള സൗകര്യം സേവാഭാരതിക്ക് ഒരുക്കി കൊടുക്കണമെന്നും യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. ഈ രാജ്യത്തുള്ള സേവന പ്രവർത്തനത്തിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ നിയമത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൃത്യമായ 2006 നമ്മൾ കൃത്യമായ ഓർഡർ പ്രകാരം ഈ അന്ന് ആര്യാടൻ മുഹമ്മദ് സാറ് ഉള്ള സമയത്ത് വിവിധ സന്നദ്ധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ യോഗം കൂടി എടുത്ത തീരുമാനമാണ് സേവാഭാരതി കോട്ടപ്പറമ്പ് ആശുപത്രിയിൽ കഞ്ഞി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലെറ്റർ തന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം തുടർന്നു വന്ന പ്രവൃത്തിയാണ് ഇന്നലെ ആശുപത്രി സൂപ്രണ്ട് ഇടപെട്ട് തടഞ്ഞത്. ഭക്ഷണം പാചകം ചെയ്യാൻ വന്ന സേവാഭാരതി പ്രവർത്തകർക്ക് അടുക്കളയുടെ താക്കോൽ നൽകിയില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാലാണ് ഭക്ഷണ വിതരണം തടയുന്നത് എന്നതായിരുന്നു അനൌദ്യോഗിക വിശദീകരണം. എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് സേവാഭാരതി പ്രവർത്തകർ വ്യക്തമാക്കി. പിന്നാലെ അവർ ADMുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് വരും ദിവസങ്ങളിലും ഭക്ഷണം വിതരണം ചെയ്യാൻ സേവാഭാരതിയെ അനുവദിക്കാൻ